വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്കിന്നത് ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഈ ഒരു ഹൈയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇന്ന് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഹൈയിന് ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ഒരു ഹൈ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ലെവല് ഒരു നല്ല റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ്. അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ നോക്കിയാൽ കാണാം ഇവിടെ നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് മാർക്ക് ചെയ്തിടാം. ഇതാണ് റെസിസ്റ്റൻസ് ഏരിയ. ഈ ലെവലിനെ നമുക്ക് മാർക്ക് ചെയ്തിടാം. ആ ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. എന്തായാലും ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 98,519 അതുപോലെ 99,476 ആണ്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു സപ്പോർട്ട് ഏരിയ ഇതായിരുന്നു. ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് നിന്ന ഒരു ഏരിയ ആണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ 97,304 അതുപോലെ 97,862 ആണ്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് വളരെ നല്ലൊരു സപ്പോർട്ട് ഏരിയ വീണ്ടും കാണാം. ഈ ലെവൽ നോക്കിയാൽ കാണാം വളരെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. 96,147 95,361 ഇതാണ് അതിന്റെ പ്രൈസ് റേഞ്ച്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ നിന്നാണ് മാർക്കറ്റ് കുറെ കാലം ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയത്. അപ്പൊ ഈ റേഞ്ചിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. 93,647 92,804 ആണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ നല്ലൊരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ്. ഈ ലെവലിൽ നല്ലൊരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ്. അപ്പൊ അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന് റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 101,831 അതുപോലെ 102,663 ആണ്. അതിന്റെ മുകളിൽ ഒരു FEG കൂടിയും കാണാം. അതും കൂടി മാർക്ക് ചെയ്തിടാം. അതിന്റെ പ്രൈസ് റേഞ്ച് 102,956 104,278 ആണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി, അതായത് ഇപ്പൊ നിൽക്കുന്ന ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി ഒരുപക്ഷെ ഈ ഒരു ലെവലിലേക്ക് വീണ്ടും ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു എൻട്രി സാധ്യത ഉണ്ടാവും. അപ്പോഴും ശ്രദ്ധിക്കേണ്ട മുകളിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് നേരം നിന്നിട്ടായിരിക്കും മുകളിലോട്ട് പോവുക. ആ മുകളിലോട്ട് പോയി ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്താൽ ഈ റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് 1 lakh ആണ്. 1 lakh എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ എമൗണ്ട് കൂടിയാണ്. അപ്പൊ അവിടം വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. 1 lakhൽ നിന്ന് ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താവുന്ന സാധ്യത ഈ ഒരു ലെവലിലേക്കാണ്. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ലെവലാണ്. അതും ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഒരു FEG ഉണ്ട്. അവിടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 1 lakhലേക്ക് എത്തുന്ന സമയത്തും അതായത് ഈ ലെവലിലേക്ക് എത്തുന്ന സമയത്തും അതുപോലെ തന്നെ അത് ബ്രേക്ക് ചെയ്തിട്ടും ഒരുപക്ഷെ മാർക്കറ്റ് കുറച്ചു നേരം ഒന്ന് കൺസോളേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. ഇവിടേക്ക് ഒരു കൺസോളേഷൻ വന്നിട്ടായിരിക്കും അടുത്തൊരു മൂവ്മെന്റ്. അതുപോലെ ഇവിടെയും ഒരു കൺസോളേഷനോ ഒരു കൺഫർമേഷനോ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ മുകളിലേക്കുള്ള എൻട്രി എന്നുള്ളൂ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സെൽ എൻട്രി ആണ്. സെൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ സെൽ എൻട്രി എടുക്കാം. ഇവിടുന്നൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഒരു പെർഫെക്റ്റ് സെൽ എൻട്രി എന്ന് പറയുന്നത് ഇതിന്റെ താഴോട്ടേക്കാണ്. ഇതിന്റെ താഴോട്ടേക്ക് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരണം. അത് വന്നാൽ നമുക്ക് ഏറെക്കുറെ ഈ ലെവലിലേക്ക് എത്താവുന്നതാണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ടേക്ക് ഈ ലെവലിലേക്ക് എത്താവുന്ന സാധ്യതകളാണ്. ഈ ലെവലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ കാണാം
ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. 50 മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് കാണാം നിങ്ങൾക്ക്. ആ ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഈ ലെവൽ എന്ന് പറയുന്നത്. ആ ഒരു 50 മിനിറ്റ്സിന്റെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 94564 ആണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള മറ്റൊരു സപ്പോർട്ട് ഏരിയയിലേക്ക് വീണ്ടും എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ BTCയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട ഏരിയാസിൽ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.